ലോക മലയാളികൾ കാണുന്നൊരു പരിപാടിയാണ്. എല്ലാരും ഈ ഗൾഫ് മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് അതിന് ഭയങ്കര ഫാനാണ്. ഞാൻ ആരോടും പറയില്ല, ഞാൻ 7 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കി പല ജില്ലകളാണ്. അങ്ങനല്ല, അത് സന്തോഷാ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഇതിന് എന്റേതായ ഫാൻസ് ഉണ്ട്. ഫാൻസ് നോക്കിപ്പോ നമ്മളൊരു പറയാണ്ട് പോലും രൂപീകരിച്ചിട്ട് ഞാൻ ആരോടും പറയല്ലേ, ഗ്രൂപ്പിൽ ഞാൻ ഇടപെടില്ല. പക്ഷെ അവർ ഭയങ്കര ആക്റ്റീവാണ്. അവർ പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറിന് പോകുന്നവർ എണീച്ചിക്കാൻ പറയും. നമ്മൊരു 3-5 ആൾ എണീച്ചുകൂല. ഏടുന്ന് പൈസ കൊടുക്കാനില്ലല്ല, ഏടി പോയിട്ടാ ഒന്നുമില്ല. ആ ഒരു കാലാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏടെ വേണം. കുവൈറ്റ് പോയി, ദുബായിൽ പോയി, ഇനിയിപ്പോ ഈ മാസം 24 ഖത്തറില്. അങ്ങനല്ല, നമുക്ക് ഈ കല കൊണ്ട് അന്ന് മനസ്സിലെ കല കൊണ്ട് നടന്നുകൊണ്ടല്ലേ അത് മാറ്റാതെ അല്ല അതിനോട് ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളാണ്. അത്രമാത്രം ജീവനോടെ ഇഷ്ടത്തോടെ അതിനോട് സമീപിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയതോ 2 വർത്താനം പറയാൻ പറ്റും, അല്ല സിനിമ ബിഗ് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. പെയിന്റ് അടിക്കുന്നത്, ബ്രഷ് പിടിക്കുന്നത് വളരെ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊന്നും പറയാൻ സമ്മതിച്ചില്ല. നല്ല റെഡിയിൽ കാണിച്ചു തന്നു, ആർട്ടുകാരനെ കാണിച്ചു തന്നു. ആക്ഷനെ കണ്ടില്ല, മൊത്തം പെയിന്റ് അടിച്ചു കൊടുത്തു. ആ ഭാഗം മൊത്തം അവരുടെ അവരുടെ 18 എടുത്ത പണിയാണിത്, പെയിന്റിങ്. അങ്ങനെ കുറെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും പെട്ടെന്ന് തളരൂല നമ്മൊരു കാര്യം പറഞ്ഞാൽ, വിഷയമല്ല. കാരണം പല രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വല്ല കഷ്ടപ്പാട്, വർഷങ്ങള്. ആ യാത്രയിൽ നമ്മൾ ഊർജ്ജത്തോടെ എന്നും നിൽക്കും. ചിരിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ ഫോട്ടോ എപ്പോഴും ഉണ്ടല്ലേ. എന്റെ ഫേസ്ബുക്കിൽ പലരും പറയും, നിങ്ങൾ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാവില്ല, നിനക്കത് പിന്നെ അറിയാണ്ട് എടുത്തതാ. അങ്ങനെ സാധനം ഉണ്ട്. എന്നും ചിരിച്ചുകൊണ്ടുള്ള മുഖം തന്നെയാണ്. ഹലോ, ഹായ്. ഈ മാസം റിലീസിനൊരുങ്ങുന്ന ഇഷ്ടരാഗ് എന്ന സിനിമയിലൂടെ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഉണ്ണിരാജ് ചേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ചേട്ടാ, വെൽക്കം ടു മാംസ് ചെക്ക് മീ. ഓ, നമസ്കാരം. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങള് നല്ലതാണ്. കാരണം വെച്ചാലേ ഈ മെയ് മാസം എന്റെ കുറെ പടം ഇറങ്ങാനുണ്ട്. ഒരുപാട് പടം, വലിയ പടം, ചെറിയ പടം എല്ലാറ്റും. അങ്ങനെ അത്യാവശ്യം വേഷം, ചെറിയ വേഷമാണ്, ചെറിയ വിശേഷമല്ല അല്ലേ. മുഴുനീള വേഷമില്ല പടമുണ്ട് ഈ മാസം ലാസ്റ്റ് 31. അങ്ങനെ അത് നല്ല ഒരു മാസല്ലേ. നമ്മള് ആടിയൊക്കെ ഉണ്ടാവും തിയേറ്ററിൽ, മുകളിലും താഴെയൊക്കെ നമ്മളുണ്ടാവും, കുഞ്ഞു വേഷമാണെങ്കിൽ. അതുപോലെ ഇതും ഇഷ്ടരാഗും മെയ് 17 റിലീസാവുന്നത്. ജയം പൊതുവാളുടെ സംവിധാനത്തില് സുരേഷ് രാമതണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതുപോലെ പ്രകാശ് നായർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചന്ദ്രൻ രാമതണ്ടിന്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ ഞാൻ ചാക്കോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, അതാണ് നമ്മുടെ ഈ സിനിമത്തെ കഥാപാത്രം. ഒരു നല്ല വേഷമാണ്. ഒരു വ്യത്യസ്തം, നമ്മൾ ചെയ്ത സ്ഥിരം രീതിയല്ല. അതിന്റെ ഒരു നായികന്റെ അച്ഛനാണ്, ഒരു മലയോര കർഷകന്റെ അങ്ങനെ ഉണ്ടല്ലോ. അതെ, ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ അധികം ചെയ്യാൻ ഒരു പ്രത്യേക ഒരു അരണ്ട ക്യാരക്ടറാണ്. അപ്പൊ അത് ഒരു ശൈലി വ്യത്യാസം. ഇതുവരെ ചെയ്തതിൽ കുറച്ചൊരു കോമിക്കും കൂടെ നിറഞ്ഞ ഒരു ക്യാരക്ടർ ടൈപ്പ് അല്ലേ. അപ്പൊ ഇപ്പോഴുള്ള ക്യാരക്ടർ കുറച്ച് സീരിയസ് അല്ലേ അച്ഛൻ റോൾ എന്നൊക്കെ പറയുമ്പോ? ആണോ, സീരിയസ് ആണോ? സീരിയസ് ആണ്. ഇതിന് അങ്ങനെ തമാശ ക്യാരക്ടറേ അല്ല, വളരെ സീരിയസ് ആയിട്ടും ഭാഷയെല്ലാം വേറെ സ്റ്റൈലിൽ പറയുന്നതാണ്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു മലയോര ഒരു ക്രിസ്ത്യൻ ടൈമിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു ഓൾറെഡി ടോട്ടാലിറ്റിയില് ഒരു വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ ഒരു പുതിയ ഉണ്ണിരാജ് എന്ന് പറയുന്ന ആക്ടറിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ പൊതുവെ ഇപ്പൊ ചേട്ടന്റെ ഭാഷ ഭയങ്കര എല്ലാരും നോട്ട് ചെയ്യണതാണ്, ഒരു സംസാര രീതിയാണെങ്കിലും എല്ലാം. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറൊരു ടൈപ്പായിട്ട് ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായും. എന്താ വെച്ചാലേ, ഞാനേ തൊണ്ടുമ സാക്ഷി എന്ന് പറഞ്ഞ പടത്തിലാവുന്നത് സാർ, ഞാൻ കവിയാന്ന്, രാജേഷ് അമ്പലത്തില സാർ കേട്ടിട്ടുണ്ടാവും എല്ലാം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അതാണ് എന്റെ ആദ്യത്തെ ഒരു സിനിമ. പിന്നെ അതിൽ ചെയ്യുന്ന പിന്നെ എല്ലാം ഞാൻ ഈ ഭാഷ ഇത് സ്റ്റൈലും മതി എന്ന് പറയും. ഞാൻ ചോദിക്കും അങ്ങോട്ടെ, ഞാൻ ഭാഷ മാറ്റി പിടിക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഇത് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ പറയുന്ന ചില ഒരു ശൈലി ഇഷ്ടമാണ്. ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ, ടൈലർ, അതൊക്കെ ഏലക്കായ ഇട്ടിനോ ചായ കുടിക്കോ അവര് ഓക്കെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വേറൊരു ക്യാരക്ടർ ആവശ്യമില്ല. അങ്ങനെ ഭാഗ്യാണത്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകന് ഇഷ്ടമാണ്. നമ്മളെ എവിടെ പോയാലും. പിന്നെ മറിമായ എന്ന ചാനലില് നമ്മുടെ മറിമായാണ് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ലോക മലയാളി വെക്കുമ്പോൾ നമ്മളെ ഭാഷ അവതരിപ്പിക്കാൻ പറ്റി. സംസ്ഥാന ടെലിവിഷനിലെ മികച്ച ഹാസ്യതാരം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊക്കെ വലിയൊരു കാര്യമല്ലേ, നടന്ന രീതിയിലൊരു അംഗീകാരം തന്നെയാണ്. അപ്പൊ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, 10-70 സിനിമകൾ ചെയ്തു, വലുതും ചെറുതായില്ല.
സിനിമകൾ ചെയ്തു. ഇഷ്ടരാഗത്തിൽ എന്ന് പറഞ്ഞാൽ ചാക്കോ ഒരു രസമല്ല, ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. പിന്നെ അജയൻ സാറ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റും ആണ്, ലവ് സ്റ്റോറിയാണ്, ഒരു കുഞ്ഞു പടമാണ്, നല്ല പടമാവും, മോശമാവില്ല. എന്നാലും ഇപ്പൊ അച്ഛൻ റോളൊക്കെയാണല്ലോ വന്നേക്കണത്. അപ്പൊ അതില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നി ഇതുവരെ ചെയ്തില്ല? അച്ഛൻ റോൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ കാര്യങ്ങള് എന്താ പറയാ, ഒരു ഉത്തരവാദിത്യം അങ്ങനെ പോലെ എന്തെങ്കിലും തോന്നി? അതിന്റെ ഒരു അയാളുടെ രീതിയും, ഒരു റബ്ബർ കർഷകനാണ് അവണ്ടല്ലോ, അങ്ങനത്തെ ഒരു പിന്നെ ഭാര്യയുണ്ട്, മോള്, അങ്ങനെ വെറുതെ ഒരു അധികം സംസാരിക്കാത്ത ഒരു മൂഡ്, വേറെ ഒരു രീതിയാണ് അദ്ദേഹത്തെ ഒരു സ്വഭാവം, കാര്യങ്ങള്. അതുപോലെ അതിന്റെ ഒരു ക്യാരക്ടർ ടോട്ടലി എന്ന് പറയുന്നത് പിന്നെ അധികം പുറത്തൊന്നും പോകാത്ത ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങിയും ഭയങ്കര എല്ലാവരും ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരു സംഭവം. പക്ഷെ അത് ഒരു സസ്പെൻസിലായിട്ടുള്ളൊരു ഒരു രീതിയാണ് ഇയാൾ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമായ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടല്ലോ, ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരു കഥാപാത്രം. നമുക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ നമ്മളൊരു പരിമിതി കൊണ്ടൊരു പോരാട്ടമല്ലേ, നമ്മൾ ആരൊക്കെ അത് ചെയ്യുമ്പോൾ ഓക്കെ ആവും. അല്ല, ആക്ഷനും കട്ടിന്റെ ഇടയിൽ അങ്ങനെ ചെയ്തു പോവും. അങ്ങനെ ഇത് എന്തായാലും ഒരു രസമില്ല പടമായിരിക്കും. ജയംബോൾ സാറിന്റെ ഒരു നല്ല രസമില്ല പടം. എന്നെ വിളിച്ച ക്യാരക്ടർ തന്നത് തന്നെ സന്തോഷമാണ്. നമ്മൾ കുറേ കുഞ്ഞു വേഷം, ഇപ്പം ഈ മാസം കുറേ പടം ഇറങ്ങാനുണ്ട്. അതിലൊക്കെ ചെറിയ വേഷമാണ്, ഒന്നിനെ ത്രൂ ഔട്ട് വേഷമുണ്ട്. അങ്ങനൊക്കെ പല വലിയ പടങ്ങളുണ്ട്. അങ്ങനെ വലിയ പടങ്ങളുണ്ട്, ചെറിയ പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ചെറുതല്ല, പ്രൊഡക്ഷനിൽ ചിലപ്പം ഒരു 10-15 കോടിൻ്റെ ഉണ്ടാവും, ചിലപ്പോൾ 2 കോടിൻ്റെ പടം ഉണ്ടാവുമല്ലോ. അപ്പൊ സിനിമയെല്ലാം നല്ലതായിരിക്കാം. അപ്പൊ ഇതിലൊക്കെ ഓരോരോ രീതിയിൽ ചെറിയ ഭാഗമാവാൻ സാധിച്ചു അല്ലേ? അപ്പൊ ഇനിയിപ്പോ സിനിമയില്, മലയാള സിനിമയിൽ ഇങ്ങനെ കുറെ സിനിമകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഉണ്ണിരാജ് ചേട്ടൻ എന്ന് പറയുമ്പോ ചേട്ടന്റെ ഭാഷയിലും ആ സംസാര രീതിയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയിപ്പോ ഈ നടൻ എന്നല്ലാതെ അല്ലെങ്കിൽ അഭിനയിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ സിനിമയിൽ തന്നെ? വേറെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ അഭിനയിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹം? ഇല്ല, അങ്ങനെ ഏത് ഭാഷയിൽ ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ഞാൻ ഭാഷ മാറ്റി പഠിക്കും. ഇപ്പം ഒരു ഭാഷ പറഞ്ഞ ആ ഭാഷ പറഞ്ഞ ഞാൻ കുറെ അങ്ങനെ സിനിമ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വേറെ ഭാഷയിലും പിന്നെ വേറെ രീതിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിശ്വാസമൊക്കെ ഉണ്ട്. നമുക്കറിയില്ല, ഒരു സംവിധായകൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മള് ക്യാമറക്ക് ആക്ഷൻ കട്ടിനായിട്ട് നമുക്ക് ഒരാള് മാറി വന്ന് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ചെയ്യാൻ പറ്റും എന്തായാലും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വേറെ ശൈലിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ വലിയ ആഗ്രഹങ്ങളും ചെറിയ വേഷങ്ങളൊക്കെ, അങ്ങനെ വലിയ വേഷമല്ല, ചെറിയ കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്ത് പോണെന്ന് അതിന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ചേട്ടനൊരു വേ ഓഫ് പ്രസന്റിങ് ഭയങ്കരമായിട്ട് യൂണീക്ക് ആണല്ലോ, സംസാരം കൊണ്ട് ആൾക്കാരെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും പറയാറുണ്ട് ചേട്ടന്റെ സംസാര രീതി ഭയങ്കര രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ. അപ്പൊ അത് മറിമായം എന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ നിന്ന് വന്ന് അഭിനയിച്ച ശേഷമാണ് ആ ഒരു മാറ്റം വന്നത്. ആ ഒരു സീരിയലിനോടാണ് മാറ്റം വന്നത് അല്ലേ? എല്ലാരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷമാണോ? കാസർഗോഡ് ഉണ്ണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിൽ. അതിനെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാല് ലോക മലയാളികൾ കാണുന്നൊരു പരിപാടിയാണ്. എല്ലാരും ഈ ഗൾഫ് മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് അതിന് ഭയങ്കര ഫാനാണ്. ഞാൻ ആരോടും പറയില്ല, ഞാൻ 7 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പല ജില്ലകളാണ്. അങ്ങനല്ല, അത് സന്തോഷാ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇതിന് എന്റേതായ ഫാൻസ് ഉണ്ട്. ഉണ്ണിരാജ് ഫാൻസ് നോക്കിപ്പോ നമ്മളൊരു പറയാണ്ട് പോലും രൂപീകരിച്ചിട്ട് ഞാൻ ആരോടും പറയണ്ടേ, ഗ്രൂപ്പിൽ ഞാൻ ഇടപെടില്ല. പക്ഷെ അവർ ഭയങ്കര ആക്റ്റീവാണ്. അവർ പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് വിദേശ മലയാളികൾ ഒക്കെ ഇല്ലൊരു ആരൊക്കെ ഉണ്ടാക്കുന്നത്. മലപ്പുറമൊക്കെ ഭയങ്കര ഫാൻസാണ്. അവര് പല രീതിയിൽ എന്നെ വിളിക്കും, സംസാരിക്കും. ഗൾഫിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറിന് പോകുന്നവർ എണീച്ചിക്കാൻ പറയും. നമ്മൊരു 3-5 ആൾ എണീച്ചുകൂല, ഏടുന്ന് പൈസ കൊടുക്കാനില്ല, ഏടി പോയിട്ടാ ഒന്നുമില്ല. ആ ഒരു കാലാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏടെ വേണം. ഇപ്പം കുവൈറ്റ് പോയി, ദുബായിൽ പോയി, ഇനിയിപ്പോ ഈ മാസം 24 ഖത്തറില്. അങ്ങനല്ല, നമുക്ക് ഈ കല കൊണ്ട് അന്ന് മനസ്സിലെ കല കൊണ്ട് നടന്നുകൊണ്ടല്ലേ അത് മാറ്റാതെ അല്ല അതിനോട് ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളാണ്. അത്രമാത്രം ജീവനോടെ ഇഷ്ടത്തോടെ അതിനോട് സമീപിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയതോ 2 വർത്താനം പറയാൻ പറ്റും, അല്ല സിനിമ ബിഗ് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലാതെ ഒരു സിനിമ ആഗ്രഹിച്ചില്ല. കാരണം നമുക്ക് പറ്റുള്ളവർക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. കലോത്സവ വേദികൾ 25 കൊല്ലം മൈമ്, നാടകം, സ്കിറ്റൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. എത്രയോ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ നാടകം പഠിപ്പിച്ചു. സ്റ്റേറ്റിൽ എത്ര 20 തവണ
സ്റ്റേറ്റിൽ 20 വർഷം തുടർച്ചയായിട്ട് ഈ സമ്മാനം മേടിച്ചോടെ. ഇതൊക്കെ ഇപ്പൊ കാണുന്ന ഉണ്ണിയല്ലേ, ഈ യാത്ര ചെയ്ത ഒരാളാ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അത് ഇഷ്ടാ. കുട്ടികളോട് പഠിപ്പിക്കല്, കുട്ടികളെ അതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, അക്കാഡമിക് ഒന്നും അറിവൊന്നുമില്ല. പക്ഷെ ഒരു സാധനം ചെയ്ത സ്റ്റേറ്റിൽ സമ്മാനം എത്രയോ തവണ 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞതല്ലേ. ഒരുപാട് പല ജില്ലകളും, പത്തനംതിട്ട, കോഴിക്കോട് ജില്ല, കാസർഗോഡ് ജില്ല, കണ്ണൂർ, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലൊക്കെ സമ്മാനം. അതിൻ്റെ ഒരു എനർജിയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ അധികം അതിന് കുറേ ദിവസങ്ങളോ സംഭവമൊന്നും വേണ്ട. ഒരു കൈക്കോട്ടെടുത്ത് കളിക്കാൻ പറഞ്ഞാൽ അവിടെ മൊത്തം കളിച്ചിട്ട് കൊടുക്കും. കാരണം ഈ പണി നമ്മൾ എടുത്തതാണ്. ശരിയാ അല്ലേ? അല്ലെങ്കിൽ നമ്മളെ പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പടത്തിന് പെയിന്ററാണ്. അപ്പൊ ആ പടത്തിലെ അസോസിയേറ്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, നമ്മുടെ ആർട്ടിസ്റ്റ് പെയിന്റ് അടിക്കുന്ന ബ്രഷ് പിടിക്കുന്നത് വളരെ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊന്നും പറയാൻ സമ്മതിച്ചില്ല. നല്ല റെഡിയിൽ കാണിച്ചു തന്നു, ആർട്ടുകാരനെ കാണിച്ചു തന്നു. ആക്ഷനും കണ്ടില്ല, മൊത്തം പെയിന്റ് അടിച്ചു കൊടുത്തു. ആ ഭാഗം മൊത്തം അവരുടെ അവരുടെ 18 എടുത്ത പണിയാണിത്, പെയിന്റിങ്. അങ്ങനെ കുറെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും പെട്ടെന്ന് തളരൂല. നമ്മൊരു കാര്യം പറഞ്ഞ വിഷയമല്ല. കാരണം പല രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വല്ല കഷ്ടപ്പാട്, കഷ്ടങ്ങള്. ആ യാത്രയിൽ നമ്മൾ ഊർജ്ജത്തോടെ എന്നും നിൽക്കും. ചിരിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ ഫോട്ടോ എപ്പോഴും ഉണ്ടല്ലോ. എന്റെ ഫേസ്ബുക്കിൽ പലരും പറയും, നിങ്ങൾ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, ആവില്ല നിനക്കത്, അറിയാണ്ട് എടുത്തതാ. അങ്ങനെ സാധനം ഉണ്ട്. എന്നും ചിരിച്ചുകൊണ്ടുള്ള മുഖം തന്നെയാണ്. ഉള്ളിൽ ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യനല്ലേ. അപ്പൊ യാത്ര സന്തോഷം നിറഞ്ഞാണ്. ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കമൽ സാറിനെ പോലത്തെ ലെജൻഡ് ഡയറക്ടർ കൂടെ 2 പടം ചെയ്ത് അങ്ങനെയുള്ള കമൽ സാർ വിളിക്കും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ കമൽ സാറിനെ പടം ഇഷ്ടം പോലെ കണ്ട് വളർന്ന ആ ടൈം 90 കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ കണ്ടാണ്. പിന്നെ കമൽ സാറിന്റെ പടത്തില് പ്രണയമീനോട് കണ്ടില്ല മുഴുനീള വേഷം ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ഇപ്പം വിവേകാനന്ദ വയറിലാണ് ചെയ്തു. അങ്ങനെയല്ല, അങ്ങനെ ഒരുപാട് റോഷൻ ഹുസൈൻ മോഹൻ, അങ്ങനെ ഒരുപാട് ദിലീഷ് പോത്തൻ സാറ് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഇപ്പൊ ഈ മറിമായ എന്ന് പറയുന്നത് ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയ ടോപ്പിക്സ് എടുത്തിട്ട് അതൊരു കോമിക്കായിട്ട് ചെയ്യുന്ന തരത്തിലാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ലൈക്ക് അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തരുമ്പോ ഭയങ്കരമായിട്ട് അത് ഈ എന്താണ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കാറുണ്ടോ? ഈ ഓരോ സ്ക്രിപ്റ്റുകൾ വരുമ്പോ മറിമായത്തിന് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്. എന്നാലും മറിമായത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് വലിയ ആർട്ടിസ്റ്റാണ്. ഭയങ്കര അവര് സ്പോട്ട് ഡബിങ് ഒക്കെ ആണല്ലോ, സിംഗ് സൗണ്ട്. അപ്പൊ നമുക്കൊരു കൗണ്ടറൊക്കെ പറയാം. പിന്നെ അവര് പിന്നെ കുടുംബം പോലെയാണ്. നമുക്കൊരു കുടുംബത്തിൽ പോയിട്ട് നമുക്ക് എന്തും പറയാലോ. ഇപ്പൊ എന്റെ വീട്ടിൽ കയറി നമുക്ക് എന്തും പറയാം, എന്തും സംസാരിക്കാം. നമ്മളെ വീടല്ലേ. ഇതും അതുപോലെ ഒരു ഫാമിലിയാണ് അവിടെ. അതുകൊണ്ട് അതിന്റെ ഭയങ്കര വിജയം എന്ന് വെച്ചാല് അതിൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും അറിയാം. നമ്മൾ എന്തൊക്കെ പറയും. ചിലപ്പോ ഞാൻ എന്താണ് പറയുന്നത്, അവരെന്താണ് പറയുന്നത്. അപ്പം അത് ഓക്കെ ആയിരിക്കാം. ചിലപ്പോ വൈറലായ ഒരുപാട് കട്ടിങ്സ് ഒക്കെ ഇതിൽ കൂടുന്നുണ്ട് നമ്മളെല്ലാം. ചില മറിമായത്തിന് ഇപ്പവും 3-4 കൊല്ലം മുമ്പേ ചെയ്ത ഒരു ജിംനാസ്റ്റിക് എപ്പിസോഡിലുണ്ട്. ഭയങ്കര മറ്റേ എന്നിട്ട് അടി എടുക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ ജിമ്മുകാരൻ പറയുന്നത് അത് ആദ്യം എക്സസൈസ്. ഞാൻ എക്സസൈസ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് വീട്ടിൽ ചെയ്യാം. എനിക്ക് വന്നോടെ എടുത്തകാനും പൊന്തിക്കാനും ഒരു സാധനം വേണം. അതാ ഞാൻ ഇവിടെ ജിമ്മിന് വന്നത്. അത് ഇങ്ങനത്തെ ക്യാരക്ടർ ഓൾറെഡി ഞാൻ പണ്ട് ആഗ്രഹിച്ചാണ്. ഞാൻ നോക്കിയാൽ നമ്മൾ 5-6 ആൾ ജിമ്മിന് പോയി. പണ്ടത്തെ ജിമ്മുണ്ട്, പഴയ സാധനം പോയപാട് നമ്മളെ വിചാരിച്ചെന്നറിയാ, ഈ മറ്റേ വലിയ സാധനം പൊന്തിക്കുന്നുണ്ടല്ലോ, ഒരു വലിയ റൗണ്ടല്ലേ സാധനം. ഇതാണ് നമുക്ക്, അതാ നമുക്ക് ഇഷ്ടം. ഇത് കണ്ട് പരിപാടി ഫസ്റ്റ് പോയപാട് പറഞ്ഞ അത് വേണം. ആശാൻ പറഞ്ഞു അത് പറ്റില്ല, ആദ്യം എക്സസൈസ്. നമ്മളെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം നമുക്ക് ആദ്യം ഫസ്റ്റ് വേണമെന്ന്. ആ പറ്റൂല പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയി. അപ്പൊ അത് ആ എപ്പിസോഡ് വരുമ്പോൾ ഞാനത് ഇട്ടതാ. അത് ഭയങ്കര വൈറലാ. അങ്ങനെയല്ല, ഒരു തമാശയല്ലേ ഇത്. കാരണം ഒരാൾ പറയുന്നത് എനിക്ക് ഇതൊന്നും പറ്റില്ല, ഒരു വലിയ സാധനം അത് വേണമെന്ന് പറഞ്ഞു. ആ സാധനം പോലെ അപ്പൊ എടുക്കാൻ പറ്റുന്നില്ല മൂപ്പർക്ക്. അങ്ങനെ ചെറിയ സാധനം, ഒരു 3 മിനിറ്റ് അങ്ങനെ സിമ്പിൾ സാധനം. അങ്ങനെ കുറെ സാധനം ഉണ്ട്. വില്ലേജ് ഓഫീസിൽ വരുന്ന ഗുണ്ട, അങ്ങനെ കുറെ സാധനം യാദൃശ്യമായിട്ട് വരുന്നതാണ്. ചിലപ്പോ പ്രേക്ഷകന് ഇഷ്ടമാണ്. ചില സാധനം അവരുടെ ജീവിതത്തിലുണ്ടാവും. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറെ തമാശകളുണ്ട്, അത്ര തന്നെ. അതുകൊണ്ട് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഒരുപാട് പരിപാടികൾ മറിമായത്തിന്റെ ഒരു ഫാനാണ് അവര്. എന്റേന്ന് മാത്രല്ലേ, അതെല്ലാ ആർട്ടിസ്റ്റും അതിഗംഭീരാണ്. കാരണം അവരൊക്കെ കയ്യേ നമ്മളില്ലോ. ആശാന്മാരാണ് അല്ലെ, നിയാസ് ബക്കർ, മണികണ്ഠൻ പട്ടാമ്പി, സ്നേഹ, മണി ഷോർണൂർ, അങ്ങനെ വിനോദട്ട്, അങ്ങനെ ഒരുപാട് റിയാസ്ക, അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളെ വലിയൊരു ഗ്രൂപ്പാണ്. അതിലൊരു കുഞ്ഞു വേഷമായിട്ട് നമ്മൾ കൂടുന്നത്. ഇപ്പം നമ്മളെ എല്ലാ ആൾക്കാർക്കും പുറത്തിറങ്ങിയാൽ നമ്മൾ വരും, മുന്നേട്ടാ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ അപ്പൊ താഴെ വന്നിട്ട് വേഗം കൈ പിടിച്ചു. ആ റിവേഷൻസ് അങ്ങോട്ട് പോന്നാ അവര് വായിക്കൂ എന്നെല്ലാം പറഞ്ഞ് അവരെ വിടുന്നില്ല. അവരെ കുറെ ബാഗൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കുറെ കടലാസ് അങ്ങനെ മാറി വെച്ചപ്പോ വീണ് പോയി. ഞാൻ എടുത്തു കൊടുത്തു. ആളെ റോഡുമെന്ന് നോക്കുന്ന
ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ എടുത്തു. അപ്പോൾ ഫോൺ കറക്റ്റ് ആവുന്നില്ല, എല്ലാം റെഡിയാക്കി ഞാൻ എടുത്തു. പാവം, അത് ഇഷ്ടമാണ് അവർ, നമ്മളോട് ഓരോ സ്നേഹമല്ലേ, അത് അവർ നമ്മൾക്ക് മറക്കാൻ പറ്റും. നമുക്ക് ആ ഒരു എനർജിയാണ് വീണ്ടും വീണ്ടും ചെയ്യണം. തീർച്ചയായും ഇതൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഒരു സന്തോഷമാണ് ഇതൊക്കെ. ഇഷ്ടരാകുന്ന സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇത് ഇരിട്ടി എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഈ മലയോര ഒരു പ്രദേശമാണ്, ഭയങ്കര രസമുള്ള ഏരിയ. ഇരിട്ടി എന്ന് പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. ഭയങ്കര മലയോരം ഒരു ഗ്രാമമാണ്. അതിൽ റബ്ബറാണ് കൂടുതലും. പിന്നെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്, ഒരു കളറിങ് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അവിടെയാണ് എൻ്റെ കാടുകളൊക്കെ ഉണ്ട് ഒരുപാട്. അതുപോലെ ഇതിൻ്റെ അവിടെ ഒരു വീടാണ്, ചെറിയ വീടാണ്. ആ വീട്ടിലാണ് ഞാൻ, എൻ്റെ വീടായിട്ടാണ് ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ചാക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വേറൊരു സ്വഭാവം, മറ്റു രീതികൾ ഒക്കെ നല്ലതായിരുന്നു. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാണ് വിശ്വാസം. പിന്നെ നമ്മളെന്തും പറയുന്നതല്ല, പ്രേക്ഷകൻ എന്താണ് സ്വീകരിക്കുന്നതാണ് സംഭവം. അവർക്ക് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഭയങ്കര സംഭവം ചെയ്തു ഒരിക്കലും പറയാൻ പറ്റില്ല. അവരിപ്പോ ഏതോ പല വേഷങ്ങൾ ചെയ്ത് ഇഷ്ടമാവണമെന്നില്ല, ചിലത് അവർക്ക് ഇഷ്ടാവും. എന്തായാലും ചെയ്തിട്ടുണ്ട്, അവര് കാണട്ടെ അല്ലേ, അവര് വിലയിരുത്തട്ടെ. ഈ ഇഷ്ടരാഗത്തില് ഇപ്പൊ കൈലാഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. അദ്ദേഹം നല്ല എന്താ വെച്ചാല് ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ നമുക്കൊരു വേഷം ഉണ്ട്, അതിലൊരു കോമ്പറ്റീഷൻ സീൻ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനായിട്ട്. നല്ലതായിരുന്നു അദ്ദേഹം. നല്ല, അതായത് നമ്മളെ ഏത് ആർട്ടിസ്റ്റിനും നല്ല സ്നേഹിക്കാൻ, ഭയങ്കര സ്നേഹമാണ്, നല്ല മനുഷ്യനാണ്. അത് മാത്രമല്ല നല്ല ആൾക്കാരാണ്. ഇപ്പൊ ശ്രീകുമാറിനെ കൂടെ ഉണ്ടായില്ല. പിന്നെ എല്ലാരും നമ്മള് നല്ല അടിപൊളിയായിരുന്നു. ഇവര് നമ്മളെ വൈഫായിട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു ടീമായിരുന്നു. ചെറിയ ടീം, നല്ല ടീമായിരുന്നു. അതിലേഷം നല്ല എനിക്ക് ഇഷ്ടമായി. ആദ്യമായിട്ടാണ് കാണുന്നതും അന്ന് സംസാരിക്കുന്നതും ഒന്നിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണ്ടത്. ഇപ്പൊ പൊതുവെ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് പലപ്പോഴും ഒരു മൂവി റിവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും ഫസ്റ്റ് ഡേ ഒക്കെ വന്നിട്ട്. അപ്പൊ നമ്മുടെ മറിമായത്തിലാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. അപ്പൊ ശരിക്കും ഒരു മൂവി റിവ്യൂ കണ്ടിട്ടാണ് ഒരു സിനിമ എങ്ങനെയാണെന്ന് വിലയിരുത്തേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. അതെ, പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നതെല്ലാം നന്നാവണമെന്നില്ലല്ലോ. ഇപ്പൊ ചില സിനിമകളെല്ലാം വിജയിക്കണമെന്നില്ല, ചില സിനിമകൾ നല്ല വിജയിക്കും. അതാ ഞാൻ പറഞ്ഞ പ്രേക്ഷകന്റെ എങ്ങനെയാണെന്ന് ഏറ്റെടുക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ബാധിക്കുകയില്ല. ഇല്ല, നമ്മളെ പുതിയ പുതിയ രീതികളിലേക്ക് പോകും. പിന്നെ സങ്കടങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഇല്ല, എല്ലാം ഒരു രീതിയിൽ അങ്ങോട്ട് പോകും. നമ്മുടെ ജോലിയും കൂടിയാണല്ലോ. ഏത് സിനിമയിലും അഭിനയിക്കും അത് നല്ല വൈറലാവും ചിലപ്പോൾ. ആടെ നിക്കേ നമ്മൾ അഭിനയിക്കുന്നില്ല, പറഞ്ഞിട്ട് വരാം. അത് അടക്ക്. പിന്നെ അങ്ങനെ പറയട്ടാ, അതുകൊണ്ട് നമ്മളൊന്നും ബാധിക്കൂല. കാരണം നമ്മളെ ഒരു സിനിമ വിളിച്ചു, അതിൽ അഭിനയിച്ചു, ആ സിനിമ വിജയിച്ചിട്ടെങ്ങ് പ്രശ്നമില്ല. കഥാപാത്രങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടേ ഉണ്ടാവൂല. മറിമായ അങ്ങനല്ല, അത് പിന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ചില സിനിമ ഭയങ്കര ഇപ്പം വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു മിനിറ്റാറ്റേ ഉണ്ടാവൂല, ഒറ്റ മിനിറ്റേ ഉണ്ടാവില്ല. ആ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു അടിയാണ്, ഒറ്റ ഫൈറ്റിംഗ് സീൻ, പടാ ആ നല്ല ഡയലോഗ്. പക്ഷെ ഭയങ്കര സന്തോഷം. അത് പടം ഭയങ്കര ആൾക്കാർ എത്രയോ എനിക്ക് മെസ്സേജ് ചെയ്യും, ഉണ്ണേട്ടൻ ആ പടത്തിലുണ്ടായിരുന്നില്ലേ, പഴയൊരു ക്യാരക്ടറായിട്ട് ഞാൻ ഉണ്ടായിനി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ തൂവോട്ട് വേഷയേ ചെയ്യണ്ട. അപ്പൊ അതിലെനക്ക് ആകെ 1 മണിക്കൂറാണ് ഷൂട്ട് ഉണ്ടായത്. ഞാൻ ഒരു 5 മിനിറ്റ് ഷൂട്ടിലേക്ക് ഞാൻ പോകും. എന്തറിയാ, നമ്മൾ ആര് വിളിച്ചാലും പോകും. ആ ഒരു ക്യാരക്ടർ ഇന്ന് വരെ എൻ്റെ ചരിത്രത്തിൽ ചോദിച്ചില്ല എന്താണ് വേഷം, എന്താണ് ഞാൻ, അതിന് ഞാൻ എന്തിന് ഞാൻ പാസിംഗ് സീൻ പോകും. പൈസ കിട്ടിയാൽ കുറച്ച് ചെറിയ പൈസ, അത് ജസ്റ്റ് അതിലേ പോയാൽ മതി. അത്രയും ആഗ്രഹമില്ല. അങ്ങനെ ഒരു ത്രൂ ഔട്ട് വേഷം തുറന്ന് പറയുന്നില്ലേ, ആർക്കും വിളിക്കാം, എന്തും വിളിക്കാം, ഏത് പടത്തിനും ഞാൻ പോകും. വിളിച്ചു. ഞാനിപ്പോ ഈ ഒരു ഇന്റർവ്യൂവിന് ജയൻ സാറ് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ കാസർഗോഡ് രാവിലെ വന്ന് വിളിച്ച് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് വൈകുന്നേരം പോവും, എൻ്റെ നാട്ടിലേക്ക് പോവും. ആരെ വിളിച്ചാലും പോകും. കാരണം ഒന്നുമല്ല, നമ്മളൊരു യാത്രയിൽ ഇതൊക്കെ നമുക്ക് സന്തോഷം. നമ്മളൊരു പടത്തിൽ അഭിനയിച്ച് അതിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ പടം നല്ല സിനിമയാണ്, എന്തായാലും ഇഷ്ടരാകാം, മോശാവൂല. പടം നല്ല ജയൻ സാറ് ചെയ്ത നല്ലൊരു സംവിധാനത്തിന്റെ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഒരു ക്രൂ അടിപൊളിയാണ്. പിന്നെ നല്ല സാങ്കേതിക ഉണ്ട്. പിന്നെ അതുപോലെ എൻ്റെ പ്രൊഡ്യൂസറായാലും തിരക്കഥയായാലും നല്ലതാണ്. പിന്നെ അങ്ങനെ വേഷം ചെയ്യാൻ പറ്റിയത് ബാക്കിയായിട്ട് തന്നെ കാണും. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേകതയായിട്ട് പറയാനുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കാണാൻ ഇഷ്ടരാകാം.
അതായത് ഇപ്പൊ ഞാൻ ഒന്നും വിചാരിച്ചേക്കല്ല കാണണം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും പോയിട്ട് പറ്റുമെങ്കിൽ കുറേ വലിയ കാര്യങ്ങൾ പടമുണ്ട്, അങ്ങ് അതിൽ പോലൊക്കെ ഞാൻ ഉണ്ടാവും. ഇപ്പൊ ഒരു 5 പടാത്ത എൻ്റെ പടമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഈ പടം നമ്മൾ റിലീസാകുന്നത് ഒരു കട്ടിൽ 2 മുറി അല്ലെങ്കിൽ 1 മുറി, അല്ലെങ്കിൽ പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ പടത്തിൽ ഞാനുണ്ട്. പിന്നെന്താണ് കുണ്ടലപുരാണ് ഇന്ദ്രൻ ചേട്ടൻ നായകനായ പടത്തിൽ ഞാൻ ഓട്ട്, അതൊക്കെ ഈ മാസത്തിലില്ല. അപ്പോൾ ഇഷ്ടരകത്തിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അതിലും കാണണം, മോശമാവില്ല എന്തായാലും പടം. ചാക്കോ ഞാൻ പൊള്ളി പുറത്ത് അതല്ല ചാക്കോ അതല്ല. ഇത് ഒരു ദിവസം എന്നെ പോലത്തെ ഒരു കലാകാരന് ഒരു വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ചെയ്തത് ഏലക്കായിട്ടിന് ഓരോ ചോദിക്കുന്ന ചായ കുടിച്ചു ചോദിക്കുന്നത് അങ്ങനത്തെ എല്ലാം കൂടെ ചെയ്തത്. അപ്പൊ ഇതിലൊരു അച്ഛന്റെ ക്യാരക്ടറാണ്. എനിക്കൊരു മോഡലുണ്ട്, കാമുകി ഉണ്ട് എന്ന് പറയുന്നില്ല. ഇന്നും ഒരു സിനിമയിലൊക്കെ കാമുകി തന്നിട്ടാ അല്ലെ, ഭാര്യ ഒന്നും ഉണ്ടായിട്ടാ. ഒരു ഭാര്യ അഭിമാനത്തോടെ പറയുന്ന ഒരു ഭാര്യ ഉണ്ട് ഇതില്. എപ്പോഴും സിനിമയിൽ കഥ ചെയ്തുകൊണ്ടോ എന്റെ ഭാര്യ ഞാൻ ചോദിക്കണ്ട ഇത് എവിടെ കൊണ്ടോ ഷൂട്ടിംഗ് സ്ഥലത്ത് എനിക്ക് എന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാനായി. മറ്റേ ഇതില് അഖിലേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തഴമൂർത്തി സാറ് തന്നെ. അപ്പൊ അതിലും ഭയങ്കര കാമുകി ഉണ്ട് പറഞ്ഞത്. ഞാൻ സാറിനോട് ചോദിച്ചു എന്റെ കാമുകിന്റെ സീനുണ്ടോ അത്. അതൊക്കെ എടുത്ത് കഴിഞ്ഞു. അവളത് വേറെ നിങ്ങളത് വേറെ. അങ്ങനെയാണ് പറയുമ്പോ ഭയങ്കര കാമുകൻ അഖിലേഷ് ഏട്ടൻ. അതെ, ഇപ്പൊ എന്നെ അഖിലേഷ് ഏട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അഖിലേഷ് ഏട്ടന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു വാട്സപ്പ്. ആ സമയത്ത് എന്നെ ഓൺലൈൻ കൊറോണ സമയമാണ് എല്ലാരും ഇന്റർവ്യൂ ചെയ്ത്. എങ്ങനെ അറിയാം, മീഡിയ 1, ഏഷ്യാനെറ്റ്, മാതൃഭൂമി എല്ലാം ഓൺലൈനായിട്ട്. കൊറോണ വീട്ടിലിരുന്നുകൊണ്ട് ഫോൺ വെച്ചിട്ട് ഇന്റർവ്യൂ ഇട്ട് അഖിലേഷ് ഏട്ടൻ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു സംഭവമാക്കിയിരുന്നു. അന്ന് എന്നോട് തഴമൂർത്തി സാറും പറഞ്ഞിരുന്നു, അടിപൊളി ആയിരുന്നു, പിന്നെ നന്നായിരുന്നു, പിന്നെ ഉണ്ണി നന്നായി ചെയ്തു, വലിയ ഡയറക്ടറല്ലേ, നമ്മളെ അങ്ങനെ കണ്ടില്ലേ ഒരു വേഷം ചെയ്യാൻ, എന്നെ വേണം, നിങ്ങൾ എന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. ഞാൻ എന്തിനപ്പ ഇങ്ങനെ വിളിക്കുന്ന ചോദിച്ചു. അപ്പൊ ആ വേഷത്തിന് അത്രയും പ്രാധാന്യം നമുക്കറിയില്ലോ, പടം കാണുമ്പോ മനസ്സിലായത്. അടിപൊളിയായിട്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടന്റെ ഒരുപാട് സിനിമകളൊക്കെ വരാറുണ്ട്. അപ്പൊ വൻ വിജയകരമാവട്ടെ അതെല്ലാം ഒന്ന് ആശംസിക്കുന്നു. ഈ സിനിമ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, സ്നേഹം.